ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിൻ്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ ഒത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ. പിണറായി വിജയന്റെ മകൾ വീണ ടിയെ CPM സംരക്ഷിക്കുന്നത് എന്തിനാണ്? വീണയ്ക്കെതിരെ ED റെയ്ഡ് നടത്തുമ്പോൾ അതിനെ തടയുന്നത് എന്തിനാണ്? EDയുടെ നടപടികൾ CPM ഭയപ്പെടുന്നുണ്ടോ? ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം ആസൂത്രിതമായിരുന്നു. കേരള പോലീസ് ആ ആക്രമണം കണ്ടു നിൽക്കുകയായിരുന്നു. പ്രതികളെ വിട്ടുകിട്ടാൻ CPMനോട് യാചിക്കുകയായിരുന്നോ